ഉത്തർപ്രദേശിലെ 10 രാജ്യസഭാ സീറ്റുകളിൽ 8 എണ്ണവും നേടിക്കൊണ്ട് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഞെട്ടിക്കുന്ന വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ബിജെപി. 3 സീറ്റുകൾ പ്രതീക്ഷിച്ചിരുന്ന സമാജ്വാദി പാർട്ടിക്ക് എംഎൽഎമാരുടെ പിന്തുണയില്ലാതായതിനാൽ 2 എണ്ണം കൊണ്ട് സമാധാനപ്പെടേണ്ടി വന്നു. പ്രതിപക്ഷ പാർട്ടി അംഗങ്ങളുടെ ക്രോസ് വോട്ടിംഗ് ആണ് 8ാമത്തെ സീറ്റിൽ ബിജെപിക്ക് വിജയം ഉറപ്പിച്ചത്. പാർട്ടിയുടെ വിജയം ബിജെപി നേതാക്കന്മാരും പ്രവർത്തകരും വൻ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തർപ്രദേശിൽ കണക്കുകൾ പ്രകാരം 7 സീറ്റുകൾ ബിജെപിക്കും 3 സീറ്റുകൾ സമാജ്വാദി പാർട്ടിക്കുമായിരുന്നു ലഭിക്കേണ്ടത്. എന്നാൽ 8ാമത്തെ സീറ്റിലേക്ക് കൂടെ ബിജെപി സ്ഥാനാർത്ഥിയെ നിർത്തിയതോടെയാണ് കളി മാറിയത്. വിജയത്തിൽ പ്രതികരിച്ചുകൊണ്ട് നിരവധി നേതാക്കളാണ് ഇപ്പോൾ രംഗത്ത് വരുന്നതും. സമാജ്വാദി പാർട്ടിയിലെ 7 അംഗങ്ങൾ ക്രോസ് വോട്ട് ചെയ്തതിനാൽ ഇത്തവണത്തെ വോട്ടെടുപ്പ് സസ്പെൻസും നാടകീയതയും നിറഞ്ഞതായിരുന്നു. ഒരു SP MLA വോട്ട് അസാധുവാകുകയും ചെയ്തിരുന്നു. വോട്ടെടുപ്പിന് ശേഷം 5 സമാജ്വാദി പാർട്ടി MP-മാർ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി കൂടിക്കാഴ്ച നടത്തി. മുൻ കേന്ദ്രമന്ത്രി RPN സിംഗ്, മുൻ MP ചൗധരി തേജസ്വി സിംഗ്, അമർപാൽ മൗര്യ, സംഗീത ബൽവന്ത്, BJP വക്താവ് ധനുഷേ ത്രിവേദി, മുൻ MLA സാധന സിംഗ്, നവീൻ ജെയിൻ, സഞ്ജയ് സേത് എന്നിവരാണ് വിജയിച്ച 8 BJP സ്ഥാനാർത്ഥികൾ. SP MLA-മാർക്ക് ക്രോസ് വോട്ട് ചെയ്തതാണ് ഒരു BJP സ്ഥാനാർത്ഥിയുടെ വിജയത്തിലേക്ക് നയിച്ചത്. SP-യിലെ 8 MLA-മാർ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യുകയായിരുന്നു. ജയ ബച്ചൻ അടക്കം 2 പേരാണ് SP-യിൽ വിജയിച്ചത്. അതേസമയം ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാണ് ഏറ്റത്. തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് സിംഗ് തോറ്റു. ഇതോടെ സംസ്ഥാന സർക്കാരിന്റെ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. സംസ്ഥാനത്ത് നിന്നുള്ള ഏക രാജ്യസഭാ സീറ്റിൽ BJP സ്ഥാനാർത്ഥി ഹർഷ് മഹാജനാണ് വിജയിച്ചത്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.